നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു ഡീബഗർ, ഒരു ഇന്ററാക്റ്റീവ് ഡീബഗിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഡീബഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലേ. ഡീബഗർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അപ്പം പ്രോഗ്രാമിൻ്റെ ഈ ഡീബഗിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ബഗ്സ്, എറേഴ്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബഗ്സിനെ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതായത് എറർ കണ്ടുപിടിച്ചു, അങ്ങനെ വരുന്ന നമ്പർ ഓഫ് എറേഴ്സ് കുറയ്ക്കുക. അതിനുവേണ്ടിയാണ് ഡീബഗിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡീബഗിങ് എന്ന് പറയുന്നത്, ഡീബഗിങ് ഈസ് എ മെത്തഡോളജിക്കൽ പ്രോസസ് ഓഫ് ഫൈൻഡിങ് and reducing the number of bugs or defects in computer program. Okay, അപ്പോൾ ഡീബഗിങ് എന്താണെന്ന് മനസ്സിലായോ? മെത്തഡോളജിക്കലി നമുക്കൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ എറേഴ്സ് കണ്ടുപിടിച്ച് അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഡീബഗിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഇൻറ്ററാക്റ്റീവ് ഡീബഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ അകത്ത് പ്രോഗ്രാമർക്ക് കുറച്ച് ഫെസിലിറ്റീസ് കൊടുക്കണം. അപ്പം അതായത് പ്രോഗ്രാമർക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് കൊടുക്കേണ്ടത്? ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനുമുള്ള ഫെസിലിറ്റീസ് ആണ് കൊടുക്കേണ്ടത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഫെസിലിറ്റീസ് കൊടുക്കണം? ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പം അങ്ങനെയുള്ള ഒത്തിരിയും സിസ്റ്റംസ് ഇപ്പം അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ ഓരോന്നിൻ്റെ അകത്ത് ഓരോ രീതിയിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത്, ആൻ ഇന്ററാക്റ്റീവ് ഡീബഗിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് പ്രോഗ്രാമർ വിത്ത് ഫെസിലിറ്റീസ് ദാറ്റ് എയ്ഡ് ഇൻ ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിംഗ് ഓഫ് പ്രോഗ്രാം. നെക്സ്റ്റ് ഈസ് ദ ഡീബഗിംഗ് ഫംഗ്ഷൻ ആൻഡ് കേപ്പബിലിറ്റി. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, ഡീബഗിംഗ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് കേപ്പബിലിറ്റി. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. Okay, debugging function and capability ക്കകത്ത് ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് ഫങ്ഷൻസ്, നെക്സ്റ്റ് ട്രേസ് ആൻഡ് ട്രേസ് ബാക്ക്, പ്രോഗ്രാം ഡിസ്പ്ലേ കേപ്പബിലിറ്റി, ഇൻക്രിമെൻ്റൽ ആസ്പെക്ട്സ്. ഇങ്ങനെ 4 എണ്ണമാണ് ഡീബഗിംഗ് ഫങ്ഷൻ ആൻഡ് കേപ്പബിലിറ്റിക്കകത്ത് വരുന്നത്. യൂണിറ്റ് ടെസ്റ്റ് ഫങ്ഷൻസ്, ട്രേസിംഗ് ആൻഡ് ട്രേസ് ബാക്ക്, പ്രോഗ്രാം ഡിസ്പ്ലേ കേപ്പബിലിറ്റി ആൻഡ് ഇൻക്രിമെൻ്റൽ ആസ്പെക്ട്സ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മളിനി പഠിക്കാൻ. യൂണിറ്റ് ടെസ്റ്റ് ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് എക്സിക്യൂഷൻ സീക്വൻസിങ് വരും, ബ്രേക്ക് പോയിന്റ്സ്, കണ്ടീഷണൽ എക്സ്പ്രഷൻ ആൻഡ് ജെയിൻസ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് എക്സിക്യൂഷൻ സീക്വൻസ് ആണ്. എക്സിക്യൂഷൻ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ എന്ന് പറയാനായിട്ടാണ് എക്സിക്യൂഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. എക്സിക്യൂഷൻ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിൻ്റെ ഫ്ലോ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഏത് വർക്ക് ചെയ്യണം, അതിൻ്റെ ഫ്ലോയെ പറയുന്നതാണ്, പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോയെ പറയുന്നതാണ് എക്സിക്യൂഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ എറർ കണ്ടുപിടിക്കുന്നത്? അത് കുറച്ച് ടൈം കഴിയുമ്പം ക്യാൻ ബി ഹോൾട്ടഡ്, സ്റ്റോപ്പ് ചെയ്യും. ക്യാൻ ബി ഹോൾട്ടഡ് ആഫ്റ്റർ എ ഫിക്സഡ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ ആർ എക്സിക്യൂട്ടഡ്. ഫിക്സഡ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷന് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം എന്ത് ചെയ്യും? ഈ പ്രോഗ്രാം ഇത് സ്റ്റോപ്പ് ചെയ്യും. അതാണ് എക്സിക്യൂട്ടിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. എക്സിക്യൂട്ടിംഗ് സീക്വൻസിനകത്ത് നമ്മൾ ഡീബഗിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ഫ്ലോയെ കാണിക്കുന്നതാണ് എക്സിക്യൂഷൻ സീക്വൻസിങ്. അതെന്താണ്? ഫിക്സഡ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും സ്റ്റോപ്പ് ചെയ്യും, ഹോൾഡ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ബ്രേക്ക് പോയിന്റ്സ്. ബ്രേക്ക് പോയിന്റ്സ് നമുക്ക് പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കാറുള്ളതാണ് ഇടയ്ക്ക്. ബ്രേക്ക് പോയിന്റ്സ് കോസ് ദ എക്സിക്യൂഷൻ ടു ബി സസ്പെൻഡഡ്. എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പ്രഷനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോഗ്രാം. അപ്പം അതിനെ നമുക്ക് സസ്പെൻഡ് ചെയ്യണം, ബാക്കി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് പോയിന്റ്സ് യൂസ് ചെയ്യുന്നത്.
A break point causes the execution to be suspended. ഒരു എക്സിക്യൂഷനെ സസ്പെൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് പോയിന്റ്സ്. അപ്പം നമുക്ക് ഒരു സ്പെസിഫിക് പോയിന്റ് വെച്ച് ഒരു പ്രോഗ്രാമിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് പോയിന്റ്സ് യൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് എറർ വന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് കണ്ടീഷണൽ എക്സ്പ്രഷൻ. ഓക്കെ, അതായത് ഒരു സ്പെസിഫിക് കണ്ടീഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക? ആ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുക. നമ്മളങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഒത്തിരിയും സിക്കകത്തും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലേ. ഒരു സ്പെസിഫിക് കണ്ടീഷൻ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കണ്ടീഷണൽ എക്സ്പ്രഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ സസ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം കേട്ടോ, വെൻ എനി ഓഫ് ദ കണ്ടീഷൻ ബിക്കം ട്രൂ ആസ് ഡിഫൈൻഡ് ബൈ യൂസർ. ട്രൂ ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? യൂസറിനത് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഒരു കണ്ടീഷണൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് കണ്ടീഷന് വരുമ്പോഴത്തേന് സസ്പെൻഡ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂഷൻ സസ്പെൻഡ് ചെയ്യാനായിട്ടാണ് കണ്ടീഷണൽ എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഏതെങ്കിലും ഒരു കണ്ടീഷൻ വരുവാണ്, ആ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വേണേൽ സസ്പെൻഡ് ചെയ്യാം. അത് ഡിഫൈൻ ചെയ്ത് ആർക്ക് കൊടുക്കാം? യൂസറിന് കൊടുക്കാം. ഇനി ജെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അതൊരു പ്രോഗ്രാമിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ജെയ്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാമിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജെയ്റ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വേരിയസ് സ്പീഡിൽ ഈ ജെയ്റ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൺ ദ പ്രോഗ്രാം ഇൻ വേരിയസ് സ്പീഡ്. പല സ്പീഡിൽ റൺ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഗ്രാം റൺ ചെയ്യുന്ന ഡിഫറെൻ്റ് സ്പീഡ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ റൺ ഇൻ ഗുഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രോഗ്രാം. ഇത് റൺ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ്? നമുക്ക് ഗ്രാഫിക്കലി ആ പ്രോഗ്രാമിൻ്റെ അകത്ത് എവിടെയാണ് ഏറ്റവും നല്ലത്, ഗുഡായിട്ടുള്ളത്, എവിടെയാണത് ഗുഡായിട്ട് റൺ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് ദ ട്രേസിംഗ് ആൻഡ് ട്രേസ് ബാക്ക്. ട്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ user to trace the flow of execution, logic and data modification. യൂസറിന് ട്രേസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ലോജിക്ക് അനുസരിച്ച് അത് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡേറ്റ കൊടുക്കുന്നതനുസരിച്ച് എങ്ങനെയായിരിക്കും അത് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് ട്രേസ് ചെയ്യുന്നതാണ് എന്താണ് ട്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ. ഇത് നമുക്കൊരു ഇപ്പം എന്തെങ്കിലും നമുക്ക് ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആഫ്റ്റർ മോഡിഫിക്കേഷൻ മാത്രമേ നമുക്ക് ട്രേസിങ് പറ്റത്തുള്ളൂ. ഇനി ട്രേസ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഷോ ദ പാത്ത് ബൈ വിച്ച് ദ കറണ്ട് എക്സിക്യൂഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റീച്ച്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ എത്താനായിട്ട് ഏതുവഴിയാണ് വന്നത്, ഏത് പാത്ത് വഴിയാണ് വന്നത്. ഒരു കറണ്ട് എക്സിക്യൂഷൻ ഇപ്പം നിൽപ്പുണ്ടെങ്കിൽ ആ എക്സിക്യൂഷനിൽ എത്തുന്നത് ഏത് പാത്ത് വഴിയാണ് എന്നുള്ളതാണ് ട്രേസ് ബാക്കിൻ്റെ അത് പറയുന്നത്. അപ്പോൾ ഈ ട്രേസ് ബാക്ക് വെച്ചിട്ട് നമുക്ക് പാത്ത് ഓഫ് കറണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇപ്പം കറൻ്റ്ലി എവിടാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വന്ന പാത്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. ട്രേസിങ്ങിൻ്റെ അകത്തോ നമുക്ക് ഇപ്പം ആ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ലോജിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഡേറ്റ കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഫ്ലോ കണ്ടുപിടിക്കാം. അത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഫ്ലോ കിട്ടുക. ട്രേസ് ബാക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പം നമുക്കൊരു കറണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എത്തിയത് ഏത് പാത്ത് വഴിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ട്രേസ് ബാക്ക് യൂസ് ചെയ്യുന്നത്. ആ ട്രേസ് ബാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ അതാ പറഞ്ഞിരിക്കുന്നത്. ഡിബഗ്ഗിംഗ് സിസ്റ്റം ഷുഡ് ഓൾസോ പ്രൊവൈഡ് ഫങ്ഷൻ സച്ച് എസ് ട്രേസിംഗ് ആൻഡ് ട്രേസ് ബാക്ക്. ഡിബഗ്ഗിംഗ് സിസ്റ്റത്തിന് എന്താണ് ട്രേസ് ചെയ്യാനും ട്രേസ് ബാക്ക് ചെയ്യാനും ഉള്ള കേപ്പബിലിറ്റി ഉണ്ട്.
ട്രേസ് ബാക്ക് എന്ന് പറയുന്നത് കറണ്ട് സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നത് അതിൻ്റെ പാത്താണ് നമ്മളെ കാണിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മോഡിഫൈ ചെയ്തെങ്കിൽ അത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് മോഡിഫൈ ചെയ്തത്, അതിൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾ ഏതാണ് എന്നൊക്കെ അത് കാണിച്ചു തരും. ഇറ്റ് ക്യാൻ ഓൾസോ ഷോ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഹാവ് മോഡിഫൈഡ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ മോഡിഫൈ ചെയ്തത്, എ ഗിവൺ വേരിയബിൾ ഓർ പാരാമീറ്റർ, ഒരു പാരാമീറ്റർ അല്ലെ വേരിയബിളിനനുസരിച്ച് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് മോഡിഫൈ ചെയ്ത് അത് കാണിച്ചു തരും. ഓക്കെ, ദ സ്റ്റേറ്റ്മെന്റ് ആർ ഡിസ്പ്ലേഡ് റാദർ ദാൻ എ ഹെക്സാഡെസിമൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഹെക്സാഡെസിമൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യും, മാത്രമല്ല ആ സ്റ്റേറ്റ്മെന്റ് അത് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മളെ അത് കാണിച്ചു തരും. ഓക്കെ, അപ്പൊ ഇതാണ് ട്രേസിങ്ങും ട്രേസ് ബാക്കും എന്ന്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഡിസ്പ്ലേ കേപ്പബിലിറ്റി ആണ്. പ്രോഗ്രാം ഡിസ്പ്ലേ കേപ്പബിലിറ്റിക്ക് അകത്ത് പറയുന്നത് നമുക്കൊരു പ്രോഗ്രാമർ ഇപ്പോൾ ഒരു ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ ആ സിസ്റ്റം കേപ്പബിൾ ആയിരിക്കണം. അതായത് ഇന്ന ലൈൻ നമ്പറിലാണ് എറർ വന്നത് എന്നുണ്ടെങ്കിൽ ആ ലൈൻ നമ്പർ സഹിതം നമുക്ക് കാണിക്കാനായിട്ട് പറ്റണം. ഓക്കെ, a debugger should have good program display capability. ഒരു ഡീബർഗർക്ക് എന്ത് കാണണം, ഒരു ഡിസ്പ്ലേ പ്രോഗ്രാമിൻ്റെ ഡിസ്പ്ലേ കേപ്പബിലിറ്റി കാണണം, ഒരു നല്ല ഡിസ്പ്ലേ കേപ്പബിലിറ്റി കാണണം. ആ ഡിസ്പ്ലേ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാം ബീങ് ഡീബഗ്ഡ് ഷുഡ് ബി ഡിസ്പ്ലേഡ് കംപ്ലീറ്റ്ലി വിത്ത് സ്റ്റേറ്റ്മെന്റ് നമ്പർ. സ്റ്റേറ്റ്മെന്റ് നമ്പർ സഹിതം നമുക്ക് ഡീബഗ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കതിനെ കാണിച്ചു തരാനായിട്ട് അത് കേപ്പബിൾ ആയിരിക്കണം. ദ പ്രോഗ്രാം മേ ബി ഡിസ്പ്ലേഡ് ആസ് ഒറിജിനലി റിട്ടേൺ ഓർ വിച്ച് മാക്രോ എക്സ്പാൻഷൻ. അതായത് ഇപ്പൊ ഒരു മാക്രോ എക്സ്പാൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മാക്രോ എക്സ്പാൻഷൻ്റെ നമുക്കിപ്പം പ്രോഗ്രാമറുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു മാക്രോ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ മാക്രോ എക്സ്പാൻഷൻ ഉള്ളതും എന്താണ് ഒറിജിനലി നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അതും കാണണം. മാക്രോ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളവ വേണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കാണാനായിട്ട് ഒരു ഡീബഗറിന് കേപ്പബിൾ ആയിരിക്കണം. മനസ്സിലായോ? ഒരു മാക്രോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്തുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒറിജിനലി നമ്മൾ ആ പ്രോഗ്രാമർ എന്താണോ എഴുതിയിരിക്കുന്നത് ആ പ്രോഗ്രാമും കാണണം. കൂടാതെ മാക്രോ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളതും കാണാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം. അപ്പം എന്താണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് വ്യൂ ചെയ്യാനായിട്ട് പറ്റണം. കീപ്പിംഗ് ട്രാക്ക് ഓഫ് എനി ചേഞ്ച് മെയ്ഡ് ടു ബി പ്രോഗ്രാംസ് ഡ്യൂറിങ് ദ ഡിബഗിങ് സെഷൻ. ഓക്കെ, എന്തെങ്കിലും ചേഞ്ച് ഇപ്പോൾ ഡിബഗിങ് സെക്ഷനിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ, ട്രാക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റണം. Support for symbolic display or modify the content of any of the variable and constant in the program. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, സിംബോളിക്കലി ഡിസ്പ്ലേ ചെയ്യണം. എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക. എന്തെങ്കിലും വേരിയബിൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണോ ചേഞ്ച് വരുത്തിയത്, കണ്ടന്റ് ഉള്ളത്, ആ കണ്ടന്റിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. സപ്പോർട്ട് ഫോർ സിംബോളിക്കലി ഡിസ്പ്ലേയിങ് ഓർ മോഡിഫൈയിങ് ദ കണ്ടന്റ് ഓഫ് എനി ഓഫ് ദി വേരിയബിൾ ആൻഡ് കോൺസ്റ്റന്റ് ഇൻ ദ പ്രോഗ്രാം. ഓക്കെ, ഒരു വേരിയബിൾ ആയിക്കോട്ടെ, ആ കോൺസ്റ്റന്റ് ആയിക്കോട്ടെ, ആ പ്രോഗ്രാമിലുള്ള വേരിയബിളും കോൺസ്റ്റന്റുമാണ്. അതിൻ്റെ ഡിസ്പ്ലേ അത് എന്തായിരിക്കും, അതിൻ്റെ കണ്ടന്റ്, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ് എന്താണ്, ഇത് നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്യൂം എക്സിക്യൂഷൻ ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അതിനെ റെസ്യൂം ചെയ്യണം. ആഫ്റ്റർ ദീസ് ചേഞ്ച് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, അത് റെസ്യൂം ചെയ്യണം എക്സിക്യൂഷൻ. ഇത്രയും കേപ്പബിലിറ്റീസ് എന്തിനുണ്ടാവണം? പ്രോഗ്രാം ഡിസ്പ്ലേ കേപ്പബിലിറ്റീസിനകത്ത് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ഡീബഗർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു ഗുഡ് പ്രോഗ്രാം ഡിസ്പ്ലേ കേപ്പബിലിറ്റി കാണണം.
ഗുഡ് പ്രോഗ്രാം ഡിസ്പ്ലേ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈൻ നമ്പർ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റിന് ഓരോന്നിനും ലൈൻ നമ്പർ സഹിതം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. കൂടാതെ മാക്രോ ഇപ്പോൾ ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ മാക്രോ എക്സ്പാൻഡ് ചെയ്യാതെയുള്ള പ്രോഗ്രാമും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും നമുക്ക് നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. പിന്നെ ഡീബഗ് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് എവിടെയാണ് വരുത്തിയത്, ഏത് പർട്ടിക്കുലർ സെക്ഷനിലാണ് വരുത്തിയത്, അത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റണം. പിന്നെ കൂടാതെ ഒരു പർട്ടിക്കുലർ വേരിയബിൾ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റിനെ അതിൻ്റെ എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അല്ലാതെ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റിനെ നമുക്ക് കാണാൻ പറ്റണം. പിന്നെ റെസ്യൂം, അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഇപ്പം പോസ്റ്റ് ചെയ്തേക്കുവാണെങ്കിൽ ആ ചേഞ്ച് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിനെ റെസ്യൂം ചെയ്യണം, റെസ്യൂം ദി എക്സിക്യൂഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇപ്പം ഒരു ഇൻട്രാക്റ്റീവ് പ്രോഗ്രാം ഡീബഗർ ആണെങ്കിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അത് വർക്ക് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പം ഈ ഡിഫറെൻ്റ് ഓരോന്നിൻ്റെ അകത്ത് ഓരോ രീതിയിലായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, കോബോള്, ഫോർട്ടാന്, CA, ഇങ്ങനെ പറഞ്ഞ് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഉണ്ട്. ഓരോന്നിനും ഓരോ മീനിങ് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ മൂവ് 6.52x എന്നാണ് എക്സിന് വാല്യൂ നമ്മൾ കൊടുക്കാൻ കോബോളിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഫോർട്ടാൻ ആണെങ്കിൽ നമുക്ക് x is equal to 6.5 എന്ന് കൊടുക്കാം. C ലാംഗ്വേജ് ആണെങ്കിൽ x is equal to 6.5 കൊടുക്കാം. അപ്പം ഏത് ഡിഫറെൻ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ ഈ ഒരു ഇൻട്രാക്റ്റീവ് ഡീബഗിങ് സിസ്റ്റം അത് വർക്ക് ചെയ്യണം, ഡീബഗർ അവിടെ വർക്ക് ചെയ്യണം. അപ്പം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് എന്ത് ചെയ്യണം, സ്വിച്ച് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ, ഇപ്പം ഇത് ഒരു അസൈൻമെൻറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പം ഒരു കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. കണ്ടീഷൻ ദാറ്റ് എക്സ് ബി അൺഈക്വൽ ടു ഇസഡ്. ഓക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡ് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, കൊബോളിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡ് എന്നാണ് കൊബോളിനകത്താണ് നമ്മൾ എഴുതുക. ഫോർട്ടാൻ്റെ അകത്താണെങ്കിൽ ഇഫ് എക്സ് എന്ന് പറയാൻ നോട്ട് ഈക്വൽ ഇസഡ് എന്നാണ്. സി ആണെങ്കിൽ ഇഫ് എക്സ്, ഇത് നോട്ട് ഈക്വൽ ടു സിമ്പിൾ ആണ്. ഓക്കെ, എക്സ് നോട്ട് ഈക്വൽ ടു ഇസഡ് എന്നാണ് സിക്കകത്ത് എഴുതുന്നത്. അപ്പം ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ എങ്ങനെയാണേലും ഈ ഡീബഗർ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം, സ്വിച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് കേപ്പബിൾ. ഒരു ഡീബഗിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാലും, ഒപ്റ്റിമൈസ് കോഡാണെങ്കിലും അതിനെ എന്ത് ചെയ്യണം, ഡീബഗ് ചെയ്യാനായിട്ട് അതിന് കേപ്പബിൾ ആയിരിക്കണം, കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോഡിനെ മിനിമൈസ് ചെയ്യുന്നതിനെയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പല ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻവേരിയൻ്റ് എക്സ്പ്രഷൻ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ലൂപ്പ്. ഓക്കെ, ആ ലൂപ്പിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് റിമൂവ് ചെയ്യുക. എപ്പോഴും ലൂപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ സ്പേസ് വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിനെടുത്ത് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ആവശ്യമില്ലാത്തതിനെ എടുത്ത് ലൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, സെപ്പറേറ്റ് ലൂപ്പ് ക്യാൻ ബി കമ്പൈൻഡ് ഇൻടു എ സിംഗിൾ ലൂപ്പ്. ഇപ്പോൾ ഒരു അതായത് സെപ്പറേറ്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ലൂപ്പ് ഉണ്ട് എന്നൊന്ന് വിചാരിക്കുക, സെപ്പറേറ്റ് ആയിട്ടാണ്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കമ്പൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്യാം. അപ്പം ലൂപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം എടുക്കും. അപ്പം സെപ്പറേറ്റ് ആയിട്ട് ഓരോ ലൂപ്പും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ടൈം എടുക്കും. അപ്പം അങ്ങനെയുള്ളതിന് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കമ്പൈൻ ചെയ്യാം. പിന്നെ റിഡൻഡന്റ് എക്സ്പ്രഷൻ മേ ബി എലിമിനേറ്റഡ്. റിഡൻഡന്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, സെയിം എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ റിഡൻഡന്റ് ആയിട്ട്, അതായത് ഇപ്പം എ ഈസ് ഈക്വൽ ടു C+D എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ആണെങ്കിൽ അതിന് പകരം ആ B+Cയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ.
അപ്പം അതായത് കോമൺ ആയിട്ട് വരുന്ന എക്സ്പ്രഷനെ അത് എലിമിനേറ്റ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് അൺനെസസറി ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്. ആവശ്യമില്ലാത്ത ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഡ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ കോഡ് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യണം? ഡീബഗ്ഗിങ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഇതാണ് ഡീബഗ്ഗിങ്ങിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് വിത്ത് അതർ പാർട്ട് ഓഫ് ദി സിസ്റ്റം. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡീബഗ്ഗിങ് സിസ്റ്റത്തിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ് എപ്പോഴും അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് ഡീബഗ്ഗിങ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് ആണ് എപ്പോഴും അത് അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത്. ഓക്കെ, അത് റൺ ടൈം എൻവയോൺമെൻറ്റിൻ്റെ പാർട്ടായിട്ടും സിസ്റ്റം ഇൻ്റഗ്രൽ പാർട്ടായിട്ടോ വരാം. ഈ ഡിബഗിങ് സിസ്റ്റം എന്ത് വരാം? പാർട്ട് ഓഫ് റൺ ടൈം എൻവയോൺമെൻ്റ് ആയിട്ട് വരാം, കൂടാതെ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് സിസ്റ്റം ആയിട്ടും വരാം. അത് വരാം. അപ്പം ഒരു എറർ ഡിസ്കവർ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീബഗിങ് നടക്കണം. കണ്ടോ? when an error is discovered, immediate debugging must be possible. ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡീബഗിങ് നടക്കണം. ഇപ്പം ഡീബഗറിന് മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പോണൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോപ്പറേറ്റ് ചെയ്യാനും പറ്റണം. ഓക്കെ, ഡീബഗറിന് മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മറ്റ് കമ്പോണൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോപ്പറേറ്റ് ചെയ്യാനും പറ്റണം. ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൈമിനേക്കാൾ ഇമ്പോർട്ടൻ്റ് പ്രൊഡക്ഷൻ ടൈമിനാണ്. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു ഡീബഗർ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് എവിടെയാണ്? പ്രൊഡക്ഷൻ ടൈമിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതിനേക്കാട്ടിലും? ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനേക്കാട്ടിലും. അപ്പോൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനെക്കാട്ടിലും എവിടെയാണ് കൂടുതൽ ഡീബഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? പ്രൊഡക്ഷൻ ടൈമിലാണ്. അപ്പം പ്രൊഡക്ഷൻ റൺ ടൈമിൽ ഒരു ആപ്ലിക്കേഷൻ ഫെയിൽ ആയാൽ ആ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു പ്രൊഡക്ഷൻ ടൈമിൽ ഒരു ആപ്ലിക്കേഷൻ ഫെയിൽ ആയാൽ, പ്രൊഡക്ഷൻ ടൈമിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൺ ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫെയിൽ ആയെങ്കിൽ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ആ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റിയെയും ഇൻറ്റഗ്രിറ്റിയെയും നിലനിർത്തിക്കൊണ്ട് വേണം ഡീബഗർ നമ്മളെപ്പോഴും എസിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം എന്തൊക്കെയാണ് ഡീബഗർ എസിസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെ ആയിരിക്കണം? സെക്യൂരിറ്റി, സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റിയും ഇൻറ്റഗ്രിറ്റിയും നിലനിർത്തണം. ഓക്കെ, അപ്പം ഈ ഡീബഗർ എസിസ്റ്റിംഗ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ്. കമ്പൈലറിൻ്റെയും ഇൻ്റർപ്രറ്ററിൻ്റെയും എസിസ്റ്റിംഗ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന ലാംഗ്വേജ് ആയിട്ട് എന്ത് ചെയ്യുമായിരിക്കണം? കോർഡിനേറ്റ് ചെയ്ത് അതുമായിട്ട് വർക്ക് ചെയ്യണം. മനസ്സിലായോ? ദ ഡീബഗർ മസ്റ്റ് കോർഡിനേറ്റ് ഇറ്റ്സ് ആക്ടിവിറ്റി വിത്ത് ദോസ് ഓഫ് എസിസ്റ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ ലാംഗ്വേജ് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. എസിസ്റ്റിംഗ് ആയിട്ടുള്ളതും ഫ്യൂച്ചറിലുള്ളതുമായ കമ്പൈലറും ഇൻ്റർപ്രറ്ററുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം ഒരു ഡീബഗർ വർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇത് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പഠിച്ചത് ഇൻട്രാക്റ്റീവ് ഡീബഗിങ് സിസ്റ്റമാണ്. അതിൻ്റെ ഫീച്ചേഴ്സും കേപ്പബിലിറ്റീസും പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.